ശ്രീ അയ്യപ്പ ക്ഷേത്രം വൽസാഡ്. കേരളത്തിന്റെ തനതായ വാസ്തുശൈലിയിൽ സൗത്ത് ഗുജറാത്തിലെ വൽസാഡ് ജില്ലയിൽ നിർമ്മിച്ച ക്ഷേത്രം. ഏകദേശം 50 വർഷങ്ങളായുള്ള വൽസാഡിലെ മലയാളികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് വൽസാഡ് അയ്യപ്പ ക്ഷേത്രം. ഈ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ആദ്യകാല പ്രവർത്തകർ സർവശ്രീ KPR മേനോൻ, GS കുറുപ്പ്, പത്മനാഭൻ നമ്പ്യാർ, ഗണേശൻ നായർ എന്നിവരടങ്ങുന്ന ഒരു ടീമായിരുന്നു. പിന്നീട് സർവശ്രീ AB ബാലചന്ദ്ര മേനോൻ, അനന്തൻ പിള്ള, JM നായർ ഉൾപ്പെട്ട ടീം ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് ആവശ്യമായുള്ള സാമ്പത്തിക സംഭരണത്തിന്റെ സൂത്രധാരൻ ശ്രീ N ജയസോമനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ്. 50 കൊല്ലം മുമ്പ് ഒരു പറ്റം ഭക്തജനങ്ങൾ തുടങ്ങിവെച്ച പൂജാവിധികളിലൂടെ അത് കഴിഞ്ഞ് ഈ സ്ഥലം വാങ്ങിച്ച് ഈ നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടി പണിയെടുപ്പിക്കുകയാണ് ഈ ക്ഷേത്രം. ശ്രീ അശോകൻ പിള്ളയാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. 2008 മാർച്ച് 9 കുംഭമാസം ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അതിലാണ് ഇതിന്റെ പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങ് നിർവഹിക്കേണ്ടത്. ഈ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം 2003 ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് രാജീവർ ആണ് നിർവഹിച്ചത്. 2008 മാർച്ച് 9 പ്രാണപ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചതും തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരായിരുന്നു. ചെങ്ങന്നൂർ മുണ്ടങ്കാവിലെ ശ്രീ സദാശിവനാചാര്യാണ് ക്ഷേത്രശില്പി. പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സർവാപരാധങ്ങളും പുറത്തു കാത്തു രക്ഷിക്കണം. ഓം ശ്രീ ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് ഉപദേവന്മാരായി ഗണപതിയെയും ശിവനെയും ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാലമ്പലത്തിന് പുറത്ത് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും നവഗ്രഹങ്ങളുടെയും ഹനുമാൻ സ്വാമിയുടെയും ക്ഷേത്രങ്ങളുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ എടുത്തു പറയേണ്ട ആകർഷണമെന്നുള്ളത് നാഗപ്രതിഷ്ഠകളുടെ മുകളിലുള്ള ബോഗൻ വില്ലകളുടെ വനപ്രതീതി സൃഷ്ടിക്കുന്ന നിർമ്മിതിയാണ്. കൂടാതെ നാഗദേവതകളുടെ മുന്നിലെ വിശാലമായ എന്നും പൂക്കൾ വിരിയുന്ന റോസ് ഗാർഡൻ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള വലിയ ബലിക്കല്ല് പുര തനി കേരള തച്ചുശാസ്ത്ര രീതിയിൽ തേക്കിൽ തീർത്ത നിർമ്മിതിയാണ്. ഇത് മറ്റു മറുനാടൻ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു. മ്യൂറൽ ആർട്ടിന്റെ സഹായത്താൽ ക്ഷേത്രഭിത്തിയിൽ തീർത്ത 7 അയ്യപ്പ ചരിതം ചിത്രങ്ങളും അതുപോലെ അനന്തശയനത്തിന്റെയും ഗീതോപദേശത്തിന്റെയും ചിത്രങ്ങളും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ക്ഷേത്രവാതായനങ്ങളിലുള്ള ദ്വാരപാലകർ അനിർവചനീയമായ ഒന്നാണ്. കൂടാതെ ക്ഷേത്രത്തിന്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് വിശാലമായ പ്രകൃതി രമണീയമായ ഒരു കുളവുമുണ്ട്.
നമസ്കാരം. ഇവിടെ നാട്ടുപോലെ എല്ലാ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്ന മാതിരിയാണ് സെയിം ഇവിടെ കൂടി. 3 നേരത്തെ പൂജയാണ് ഇവിടുത്തെ രീതി. ഗണപതി ഹോമത്തിൽ തുടങ്ങി ഉഷപൂജയും ഉച്ചപൂജയും അത്താഴപൂജയും രാവിലെ 5:30 മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 8:30 വരെയുമാണ് ദർശന സമയം. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ആൽമരവും ദേവദാരുവും കർപ്പൂരവൃക്ഷവും ചന്ദനമരങ്ങളും ചെമ്പകം ചമത തുടങ്ങിയ അപൂർവ ഇനം വൃക്ഷങ്ങളും നട്ടുവളർത്തിയിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രാവശ്യത്തിനുള്ള പുഷ്പങ്ങളും പ്ലാവും മാവും കടപ്ലാവും തുടങ്ങി നിരവധി സസ്യലതാദികളും ഫലവൃക്ഷങ്ങളുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾക്കാണ് പ്രാമുഖ്യം. കൂടാതെ മണ്ണാറശാല വെട്ടിക്കോട് ആയില്യം പൂജകളും മാസം തോറുമുള്ള നാഗപൂജയും ഉത്രം നാളിലെ നെയ്യഭിഷേകവും നവഗ്രഹ പൂജയും നടത്തുന്നുണ്ട്. ഭക്തജനങ്ങൾ നടത്തുന്ന മഹാപ്രസാദമൂട്ടും മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ ദേവസ്വം വകയായും നടത്താറുണ്ട്. ഗണേഷ് ചതുർത്ഥി, ഹനുമാൻ ജയന്തി, നവരാത്രി പ്രാണപ്രതിഷ്ഠ ഉത്സവങ്ങൾ തുടങ്ങിയവയും ഇവിടെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു ഭജന സംഘമുണ്ട്. പ്രാണപ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് അലങ്കരിച്ച രഥത്തിൽ വാദ്യമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര നടത്താറുണ്ട്. അതുപോലെ പ്രധാന ഉത്സവങ്ങളിൽ വൽസാടിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും അതുപോലെ പുറത്തു നിന്നുള്ളവരുടെയും വിവിധ കലാപരിപാടികളും നടത്താറുണ്ട്. കലാപരിപാടികൾ ഒക്കെയും നല്ല രീതിയിൽ നടത്തുവാൻ കഴിയുന്ന ഒരു വലിയ സ്റ്റേജും ക്ഷേത്രമുറ്റത്ത് തന്നെയുണ്ട്. ഈ ക്ഷേത്രം ഒരു പബ്ലിക് ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് നിർമ്മിച്ചത് NM രവീന്ദ്രൻ നായരുടെ വൽസാടിലുള്ള നിർമ്മാണ കമ്പനിയായ സൂര്യ കൺസ്ട്രക്ഷൻസ് ആണ്. ക്ഷേത്രവളപ്പിൽ തന്നെ പൂജാരിക്ക് താമസിക്കുവാനുള്ള സൗകര്യവും അന്നദാനപുരയും നിർമ്മിച്ചിട്ടുണ്ട്. 18 വർഷങ്ങൾക്ക് ശേഷം പുനഃപ്രതിഷ്ഠ ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരുടെ നേതൃത്വത്തിൽ 2025 ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെ സഹസ്ര കലശാഭിഷേകത്തോടെ നടത്തുന്നതാണ്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്ന ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്തുകൊള്ളുന്നു.